ശ്രീ ഇടയം മുരളിയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ഇടയം മുരളി, ഈ ഇതുവരെ പുറത്ത് വന്നതൊക്കെ നാണം കെടുത്തുന്ന തെളിവുകളൊക്കെയാണ്. ഇപ്പോൾ പുറത്ത് വന്ന അതിലും നാണം കെടുത്തുന്ന വിവരങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനാകാമോ? നിരാലംബയായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് കുറഞ്ഞ പക്ഷം മാനുഷികതയോടുകൂടി സംസാരിക്കാനെങ്കിലും തയ്യാറാവേണ്ട എന്നുള്ള ചോദ്യമാണ് ഈ പറഞ്ഞ ശബ്ദങ്ങളൊക്കെ ശരിയാണെങ്കിൽ തോന്നുന്നത്. അങ്ങനെ ഒരാളെ ഇനിയും ചുമക്കേണ്ടതുണ്ടോ കോൺഗ്രസിന്? നമസ്കാരം. നമസ്കാരമുണ്ട്. നല്ല തെരഞ്ഞെടുപ്പിന്റെ വാശിയേറിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് സാറ് ഈ വലിയ സംഭവം അല്ലാത്ത എഴുത്തള്ളിയ കേസായിട്ട് വീണ്ടും എടുത്തോണ്ട് വരുന്നത്. ശ്രീ ഇടയം മുരളി, ഇന്നാണ് ഒരു ശബ്ദരേഖ പുറത്തു വന്നത്. ആ ശബ്ദരേഖയിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ്, മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്താൽ ഇരയാക്കപ്പെട്ട ഗർഭിണിയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ആ ശബ്ദരേഖയിൽ പറയുന്നത് പലതും കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തന്നെ നാണക്കേട് തോന്നും. അങ്ങനെ ഗർഭിണിയാക്കപ്പെട്ട ഒരു സംഭവം നടന്നതായിട്ട് വിശ്വസിക്കുന്നതിന് ഈ സമൂഹം വിശ്വസിച്ചിട്ടില്ല. അത് ഇങ്ങനെ ആരോപണം ആണ് പറയുന്നത്. രാഹുൽ ഇത് ആരോപണമാണ്. ഇപ്പൊ എനിക്ക് വിശ്വസിക്കാതിരിക്കാനൊന്നും മാർഗമില്ല. കാരണം ശാസ്ത്രീയമായ തെളിവുകളൊന്നും ആ കാര്യത്തിൽ വന്നിട്ടില്ല. അത് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഒക്കെ ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. ഞാനിപ്പോ അത് വിശ്വസിക്കുന്നില്ല. കാര്യം താങ്കളുടെ ഇഷ്ടം, താങ്കൾക്ക് അങ്ങനെ ആവാം. എല്ലാ സ്ത്രീകളെയും നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ ഒക്കത്തില്ല. കാര്യം ഈ സ്ത്രീകള് പലരും അങ്ങോട്ട് ചെന്ന് സൗഹാർദ്ദം സ്ഥാപിക്കുകയും പിന്നീട് അത് ചില സമയങ്ങളിൽ അവസാന ഘട്ടമാകുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പൊതു സ്വഭാവം കേരളത്തിൽ പണ്ടേ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് നമ്മളെ ഉമ്മൻചാണ്ടിയുടെ കേസുകെട്ടിലും അത് കണ്ടതാണ്. അപ്പൊ നമ്മളിതിനെ രാഹുലിനെ ന്യായീകരിക്കുന്നില്ല. രാഹുൽ ഇത്തരം ആരോപണങ്ങൾ നേരിട്ട സമയത്ത് സ്വാഭാവികമായിട്ടും രാജിവെച്ചു. അദ്ദേഹം ഒഴിഞ്ഞു. പാർട്ടി പറഞ്ഞതനുസരിച്ച് രാജിവെച്ചു. പക്ഷെ CPM-ന്റെ മുകേഷിനെയും നമ്മുടെ ബ്രിജ്ഭൂഷൺ ഉണ്ടല്ലോ, കേന്ദ്രമന്ത്രി ബ്രിജ്ഭൂഷൺ, താങ്കൾ പറഞ്ഞോളൂ. അവരെയൊന്നും ഇതുവരെ കോടതി വെറുതെ വിട്ടിട്ടില്ല. എന്നിട്ട് മുകേഷിനെ കുറിച്ച് 1988 അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ സരിത പൊള്ളൂർ SM കോളേജ് കോളേജിലെ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ അദ്ദേഹത്തിനെ കുറിച്ച് മോശമായിട്ട് അന്നേ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് CPM-കാർ ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പ്രമോഷൻ കൊടുത്തു പാർട്ടി. അപ്പോ ഇത് ഈ പ്രസ്ഥാനങ്ങളിൽ ഈ കുറെ കാലങ്ങളായിട്ട് നടന്നു വരുന്ന കാര്യങ്ങളാണ്. ഓരോ സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു. അതിൽ കൂടുതലും അടിയറ പറ്റുന്നത് ആണുങ്ങൾക്കാണ്. സ്ത്രീകൾ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നത് കാണാം. അപ്പോ ഞങ്ങളെ നാഷണൽ ജനതാദളിന്റെ ജില്ലാ പ്രസിഡന്റ് കരവാളൂർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇതിനിടയിൽ വേണ്ട. അതിനിടയിലൂടെ താങ്കളുടെ ആ രാഷ്ട്രീയത്തെ എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളാണ്. അഭിപ്രായങ്ങളിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ വിലയിരുത്തലായിരിക്കും. കോടതി ശിക്ഷിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് അത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഒന്നും തൽക്കാലം പറയാൻ നമുക്ക് നിർവാഹമില്ല. പക്ഷേ പുറത്തു വന്ന തെളിവുകളൊന്നും അത്ര മോശപ്പെട്ടതല്ല എന്നതുകൂടി ആ സമയത്ത് ഓർമ്മിപ്പിക്കാതിരിക്കാനും നിർവാഹമില്ല.